എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ കുട്ടപ്പനോട് ടാസന് പറയും കുട്ടപ്പനും കുട്ടപ്പന്റെ ടീമും ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ ഗ്രാമം ഇപ്പൊ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. ശരിക്കും ഇപ്പോഴും ഞങ്ങളുടെ ഗ്രാമത്തിലെ സൂപ്പർ ഹീറോ അത് നീ തന്നെയാണ്. അത് കേട്ട് നമ്മുടെ കുട്ടപ്പൻ ഇപ്പൊ നൈസായിട്ടൊന്ന് പൊങ്ങി സാക്കുറയുടെ മുഖത്തേക്ക് നോക്കും. ഇതൊക്കെ എനിക്ക് വളരെ നിസ്സാരമാണ് അല്ലേ സാക്കുറ? അതിനവൾ ചിരിച്ചിട്ട് പറയും, ഞങ്ങളുടെ വില്ലേജിലും ഇവൻ തന്നെയാണ് സൂപ്പർ ഹീറോ. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ഏതോ ഒരു ഗ്രാമത്തില് രണ്ടു പേര് അവർ പരസ്പരം ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ടീം 7, അതായത് കുട്ടപ്പന്റെ ടീം, അവരങ്ങനെ ഇപ്പൊ ഹായ് ആയിട്ട് നടന്നു വരും. കുട്ടപ്പന്റെ കയ്യില് ഇപ്പൊ ഒരു ഓസ്ട്രിച്ച് ഉണ്ട്. അപ്പൊ കുട്ടപ്പൻ ചോദിക്കും, ഇത്രയും നേരം ഇതിനെ ഞാൻ പിടിച്ചില്ലേ, ഇനി കുറച്ചു നേരം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ പിടിച്ചുകൂടെ ചോദിക്കുമ്പോ അതിന് സാക്കുറ പറയും, അയ്യോ ഇല്ല ഇല്ല, മാസ്റ്റർ നിന്നോട് മാത്രമാണ് ഇതിനെ പിടിക്കാൻ പറഞ്ഞത്. കുട്ടപ്പന് വേറെ വഴിയില്ലാതെ അവൻ വീണ്ടും അതിനെ പിടിച്ച് മുൻപോട്ട് നടക്കും. അതാണെങ്കില് കുട്ടപ്പന്റെ തലയില് അറഞ്ചം പൊറഞ്ചം കൊത്തും. അത് കണ്ട് സാസുക പറയും, ഒന്നല്ലെങ്കിൽ പശു, അല്ലെങ്കിൽ പന്നി, അല്ലെങ്കിൽ പട്ടി, ഇപ്പൊ ഇതാ ഓസ്ട്രിച്ച്. ഈ മാസ്റ്ററിന് എന്താ വട്ടുണ്ടോ ചോദിച്ച് അവൻ ഒരുപാട് ദേഷ്യത്തില് ഇപ്പൊ മുൻപോട്ട് നടക്കും. അപ്പൊ കാക്കാശി മാസ്റ്റർ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ നിങ്ങളുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. അവരങ്ങനെ നടന്ന് നടന്ന് ഏതോ ഒരു ഗ്രാമത്തിലെത്തും. ഇപ്പൊ ഓൾമോസ്റ്റ് സമയം ഒരുപാട് വൈകിയതുകൊണ്ട് തന്നെ മാസ്റ്റർ പറയും, ഇന്നൊരു ദിവസം നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാം. ഓസ്ട്രിച്ചിനെ സേഫ് ആയിട്ട് അവിടെ എവിടെയെങ്കിലും കെട്ടിയിട്ട് നിങ്ങൾ എന്റെ കൂടെ വായോ. അപ്പോഴാണ് അവരുടെ തൊട്ടു മുൻപിലായിട്ട് വലിയൊരു കൂട്ടം കാണുക. ഉടനെ കുട്ടപ്പൻ ആ ഒരു ഓസ്ട്രിച്ചിനെ ഇപ്പൊ സാസുകയുടെ കയ്യിൽ കൊടുത്ത് അവിടേക്ക് ഓടും. അവരോടി വന്ന് അവിടെ എന്താ നടക്കണേ നോക്കും. അപ്പൊ രണ്ടുപേര് അവര് പരസ്പരം ഫൈറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പൊ കുട്ടപ്പൻ ചോദിക്കും, ഇതെന്താ ഇവിടെ നടക്കണേ, എന്താ പ്രശ്നം? അപ്പൊ അതിലൊരാൾ പറയും, അവര് പരസ്പരം ഇപ്പൊ റിവെഞ്ച് ചെയ്യാൻ പോവാണ്. റിവെഞ്ച് എന്ന് കേട്ടുടനെ ഇപ്പൊ സാസുക അവൻ ഒരുപാട് ദേഷ്യത്തില് അവർ രണ്ടുപേരെയും തുറച്ചു നോക്കും. അപ്പൊ സാക്കുറ അവള് കാക്കാശി മാസ്റ്ററോട് ചോദിക്കും, ഇങ്ങനെ പബ്ലിക്കായിട്ട് എല്ലാവരുടെ മുൻപിൽ വെച്ച് റിവെഞ്ച് എടുക്കാൻ കഴിയോ? അതിന് മാസ്റ്റർ പറയും, ആരെങ്കിലും ഒരാളുടെ ഫാമിലിയിൽ പെട്ട ഏതെങ്കിലും ഒരു മെമ്പറിനെ മറ്റാരെങ്കിലും കൊല്ലുകയാണെങ്കിൽ മരണം സംഭവിച്ച ആളുടെ ഫാമിലിയിലുള്ള ആർക്ക് വേണമെങ്കിലും അവനുമായിട്ട് റിവെഞ്ച് എടുക്കാം. നമ്മുടെ ഗ്രാമത്തിലും മറ്റു ചില ഗ്രാമങ്ങളിലും ഇതിന് പെർമിഷൻ ഇല്ല, പക്ഷെ ബാക്കിയുള്ള ഭൂരിഭാഗം ഗ്രാമത്തിലും ഇത് നടക്കാറുണ്ട്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന രണ്ടാൾക്കാര് അവര് പരസ്പരം പറയും, ആ സ്ക്വാഡും പിടിച്ചു നിൽക്കുന്നവൻ അവൻ സുക്കാഗു ആണ്, അവന്റെ ഫാമിലിയിലെ ഒരു മെമ്പറിനെ ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ കല്ലേലടിച്ച് കൊന്നുകളഞ്ഞു, അതിന്റെ റിവെഞ്ചാണ് ഇവിടെ നടക്കാൻ പോകുന്നെന്ന് പറയും. അപ്പൊ അതേ സമയത്ത് സുക്കാഗു അവൻ ആ വാളെടുത്ത് ഈ പാഞ്ഞു വീശും. പക്ഷെ അവന്റെ ഓപ്പണന്റ് അവൻ നൈസായിട്ട് വെട്ടിത്തിരിപ്പിച്ച് എസ്കേപ്പ് ആയിക്കൊണ്ടേയിരിക്കും. സുക്കാഗു ചാടി വന്ന് അവനെ വെട്ടാൻ ശ്രമിക്കും, പക്ഷെ അവന്റെ കാല് തട്ടി അങ്ങനെ താഴെ വീഴും. അത് കണ്ട് കുട്ടപ്പൻ ഇപ്പൊ അവനെ പിടിച്ചെഴുന്നേപ്പിക്കും. എന്നിട്ട് ആ സ്ക്വാഡ് അവന്റെ കയ്യിൽ കൊടുക്കും. കുട്ടപ്പൻ പറയും, നീ ഇങ്ങനെ ഫൈറ്റ് ചെയ്താ ഈ ജന്മത്തില് അവനുമായിട്ട് നിനക്ക് റിവെഞ്ച് എടുക്കാൻ കഴിയില്ല, സോ അതുകൊണ്ട് നിനക്ക് അവനോട് ക്ഷമിച്ചൂടെ? അതിന് ഷുക്കാഗു പറയും, നോ, എന്നെ കൊണ്ട് പറ്റില്ല, എന്റെ ക്ലാനിലുള്ള ഒരുത്തനെ അവൻ അടിച്ചു കൊന്നു. ഇതും കൂടെ ചേർത്ത് 34ാമത്തെ തവണയാണ് ഞാൻ അവനോട് റിവെഞ്ച് എടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഞാൻ തോറ്റു പിന്മാറില്ല, വീണ്ടും വീണ്ടും ഞാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ കുട്ടപ്പൻ, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് റിവെഞ്ച് ചെയ്യാൻ നിന്നെ ഞാൻ സഹായിക്കാം. ഞാനൊരു സ്കിൽഫുൾ ആയ നിഞ്ചയാണ്, എനിക്ക് നിനക്ക് കറക്റ്റായിട്ട് ട്രെയിനിങ് തരാൻ കഴിയും. ആദ്യം നിനക്ക് വേണ്ടത് നിന്റെ ഓപ്പണന്റിനോട് അവനോടുള്ള ദേഷ്യം, വെറുപ്പ്, പക അത് കൂട്ടുകയാണ് വേണ്ടത്. അത് കേട്ടുടനെ ഷുക്കാഗു അടുത്തുള്ളൊരു അമ്മച്ചിയോട് ദേഷ്യപ്പെടാൻ തുടങ്ങും. ഒരുപാട് ദേഷ്യപ്പെട്ട് ആ അമ്മച്ചിയെ തോളിലേറ്റി അവൻ നടന്നു പോവും. കുട്ടപ്പനാണെങ്കില് ഒന്നും മനസ്സിലാവില്ല, ഇവനെന്താ വട്ടാണോ, ഞാൻ പറഞ്ഞതെന്ത്, ഇവൻ ചെയ്യുന്നതെന്ത്? കുട്ടപ്പൻ വീണ്ടും അവനെ പിടിച്ചു വലിച്ച് സെക്കൻഡ് ലെസൺ അത് പറഞ്ഞു കൊടുക്കും. സെക്കൻഡ് ലെസൺ, നിന്റെ ശത്രുവിനെ എവിടെ കണ്ടാലും എടുത്തിട്ട് ഇണ്ടനടിക്കണം. അത് കേൾക്കേണ്ട താമസം ഷുക്കാഗു അവന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ എടുത്തിട്ട് ഇടിക്കാൻ തുടങ്ങും. കുട്ടപ്പന്റെ കാറ്റ് പോയി ഇപ്പൊ 3ാമത്തെ കണ്ടീഷൻ അവന് പറഞ്ഞു കൊടുക്കും, നിന്റെ ശത്രുവിന്റെ ഫോട്ടോ അത് വളരെ മോശമായിട്ട് നീ വരയ്ക്കണം. അതിന് ഷുക്കാഗു മണിക്കൂറുകൾ എടുത്ത് ഇപ്പൊ അടിപൊളി സൂപ്പറായിട്ട് അവന്റെ എനിമിയുടെ ഫോട്ടോ അത് വരച്ചു കൊടുക്കും. അതിന് കുട്ടപ്പന് ടെൻഷനായിട്ട്, നിർത്തടാ, നീ കുറെ നേരമായി എന്നെ നീ കളിയാക്കുന്നു, ഏറ്റവും ബെറ്റർ നീ റിവെഞ്ച് എടുക്കാതിരിക്കുന്നതാണ്, കാരണം നിന്റെ റിവെഞ്ച് അത്രയ്ക്ക് പൂവറാണ്. അത് കേട്ട് ഷുക്കാഗു പറയും, നിന്റെ ട്രെയിനിങ്ങും വളരെ മോശമായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പൊ പരസ്പരം തർക്കിക്കുമ്പോ ഒരുപാട് ആൾക്കാര് അറഞ്ചം പൊറഞ്ചം ഓടുന്നതായിട്ട് അവർ കാണും. അവർ ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും ഒരു ഓസ്ട്രിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ അതിനെ കൊത്താനായിട്ട്
ഓടി വരുന്നത് കാണാം. അത് കണ്ട് സുക്കാഗു അവൻ എടുത്തു ചാടി അവന്റെ സ്ക്വാഡ് അതുപയോഗിച്ച് നിലത്തൊരൊറ്റ വെട്ട്. അവന്റെ സ്ക്വാഡ് പവറും സ്കില്ലും കണ്ട് എല്ലാവരും ഷോക്കാവും. അത് കാണുമ്പോ കുട്ടപ്പന് മനസ്സിലാവും അവന്റെ സ്കില്ല് അത് സ്ക്വാഡ് സ്കില്ലാണ്. അപ്പൊ കുട്ടപ്പൻ അവൻ വീണ്ടും അവനെ എൻകറേജ് ചെയ്യാണ്. നിനക്ക് വീണ്ടും അവനോട് റിവെഞ്ച് എടുത്തൂടെ? നിനക്ക് സ്ക്വാഡില് ഇത്രയും കഴിവില്ലേ? അതിന് ഷുക്കാഗു പറയും, എനിക്ക് സ്ക്വാഡ് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അറിയാം. പക്ഷെ ഞാൻ അവന്റെ കണ്ണിൽ നോക്കുമ്പോഴേക്കും എന്റെ കൺട്രോൾ പോയി, എന്നെ കൊണ്ട് ഒന്നും കഴിയുന്നില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ നെക്സ്റ്റ് ഡേ ഷുക്കാഗുവും അവന്റെ ഓപ്പണന്റും അവര് രണ്ടുപേരും അവിടേക്ക് വന്ന് ഇപ്പൊ ഫൈറ്റ് ഇടാൻ റെഡി ആയിട്ട് നിൽക്കും. അപ്പൊ ആ കൊള്ളക്കാര് അവരവിടേക്ക് ഒന്ന് പറയും, ഇവര് രണ്ടുപേരുടെ മേലെ ആർക്ക് വേണമെങ്കിലും ബെറ്റ് കെട്ടാം, ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുമ്പോ ഒരുപാട് പേര് ഷുക്കാഗുവിന്റെ ഓപ്പണന്റിന് മേലെ ഇപ്പൊ ബെറ്റ് കെട്ടും. അതിനാ വില്ലന്മാര് ചിരിക്കും. കാരണം ഷുക്കാഗുവിന്റെ പവർ അവർ ഓൾറെഡി കണ്ടതാണ്. അവര് പറയും, ഉറപ്പായിട്ടും ഈ ബാറ്റില് ഷുക്കാഗു ജയിക്കും. അങ്ങനെ ആ ബെറ്റ് എമൗണ്ട് അത് മുഴുവൻ നമുക്ക് അടിച്ചു മാറ്റാന്ന് പറഞ്ഞ് അവരിപ്പോ ഷുക്കാഗുവിന്റെ മേലെ ബെറ്റ് വെക്കും. അങ്ങനെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. അവര് രണ്ടുപേരും ഇപ്പൊ പൊരിഞ്ഞ ഫൈറ്റ്. പക്ഷെ ഇത്തവണ ഷുക്കാഗു അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും. പക്ഷെ ഓപ്പണന്റ് അവനെ വെട്ടിത്തിരിപ്പിച്ച് തട്ടിത്തെറിപ്പിച്ച് ഓടിക്കൊണ്ടേയിരിക്കും. ഷുക്കാഗു വീണ്ടും ഓപ്പണന്റിന്റെ കണ്ണി നോക്കി തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കണ്ട് കാക്കാഷി മാസ്റ്റർ പറയും, അവൻ വീണ്ടും അവന്റെ കണ്ണി നോക്കിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ പോയ ഷുക്കാഗു അവൻ ഉറപ്പായിട്ടും ഈ ബാറ്റിലും തോറ്റുപോകും. അപ്പോഴാണ് കുട്ടപ്പ ശ്രദ്ധിക്കുക, അവന്റെ ഓപ്പണന്റിന്റെ കണ്ണിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അവൻ അത് വെച്ച് എന്തൊക്കെയോ കാര്യങ്ങള് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ സുക്കാഗുവിന് മനസ്സിലാവും, അവന്റെ കണ്ണിൽ നോക്കിയ സുക്കാഗുവിന് ഒരിക്കലും അവനെ കൊല്ലാനായിട്ട് കഴിയില്ലാന്ന്. സുക്കാഗു കണ്ണടച്ച് അവന്റെ സ്ക്വാഡ് എടുത്ത് ഓപ്പണന്റിനെ കൊല്ലാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും കുട്ടപ്പൻ അവൻ ചാടി വീണ് ഇപ്പൊ രണ്ടുപേരെയും പിടിച്ചു മാറ്റും. കുട്ടപ്പൻ പറയും, നീ അവന്റെ സ്ക്വാഡ് ശ്രദ്ധിച്ചോ? ആ ഒരു സ്ക്വാഡ് വെച്ച് ആരെയും കൊല്ലാൻ കഴിയില്ല. അത് കേൾക്കുമ്പോ ഓപ്പണന്റ് അവൻ സാഡായിട്ട് അവന്റെ കത്തി താഴെ വെക്കും. അവൻ പറയും, ആക്ച്വലി നിന്റെ ക്ലാനിലുള്ള ആളെ കൊന്നത് അത് ഞാനല്ല, എന്റെ ട്വിൻ ബ്രദറാണ്. എന്റെ ബ്രദറിന്റെ കയ്യിൽ നിന്ന് മരിച്ചുപോയ നിന്റെ കസിൻ ബ്രദർ ഒരുപാട് പണം കടമായി വാങ്ങിയിരുന്നു. എന്റെ ബ്രദറിന് വൈഫും കുഞ്ഞുങ്ങളും അടങ്ങുന്ന വലിയൊരു ഫാമിലി ഉണ്ട്. എന്റെ ബ്രദറ് അവൻ കൊടുത്ത കാശിനു വേണ്ടി ഒരുപാട് തവണ അവന്റെ പിന്നാലെ നടന്നു. പക്ഷെ അവൻ ആ കാശ് അത് തിരികെ കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ അവസാനം അവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഇട്ടു. ഫൈറ്റിന്റെ ഒടുവില് ഷുക്കാഗുവിന്റെ കസിൻ അവനൊരു കല്ലിൽ തട്ടി താഴെ വീണ് തലയിടിച്ചു മരിച്ചു. എന്റെ ബ്രദറിന് ഒരു ഫാമിലി ഉള്ളതുകൊണ്ടും അവൻ ഒരിക്കലും ശിക്ഷ അനുഭവിക്കാതിരിക്കാനും വേണ്ടിയാണ് ഞാൻ ഈ കുറ്റം അത് ഏറ്റെടുത്തത്. എന്റെ ചേട്ടൻ ഒരിക്കലും ആരെയും കൊല്ലില്ല. അതൊരു ആക്സിഡന്റ് ആയിരുന്നു. എനിക്ക് എന്റെ ചേട്ടനെ ഒരുപാട് വിശ്വാസമാണ്. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ എന്നെ കൊന്നുകളയാം, എനിക്കതിൽ കുഴപ്പമില്ല. അത് കേട്ട് ഇപ്പൊ ഷുക്കാഗുവിന് അവൻ ഒരുപാട് വിഷമാവും. അവൻ പറയും, നിന്നെ എനിക്ക് ഇപ്പൊ വിശ്വാസമാണ്. ഈ റിവഞ്ച് അത് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ഇപ്പൊ തിരിഞ്ഞു നടക്കും. അതിനാ കൊള്ളക്കാര് അവര് ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്യണം, എങ്കിലും മാത്രമേ ഞങ്ങളുടെ ബെറ്റ് വെച്ച കാശ് അത് ഞങ്ങൾക്ക് തിരികെ കിട്ടൂ. നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ തല്ലിക്കൊല്ലൂന്ന് പറഞ്ഞ് അവര് കത്തിയൊക്കെ എടുത്ത് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അത് കണ്ട് കുട്ടപ്പനും സാക്കുറയും സാസുകയും ഷുക്കാഗുവും അവന്റെ ഓപ്പണന്റും എല്ലാവരും ഒറ്റ ടീമായി ഇപ്പൊ അവരെ തോൽപ്പിക്കാൻ കത്തിയൊക്കെ കയ്യിലെടുത്ത് അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. പിന്നീട് രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഇപ്പൊ പൊരിഞ്ഞ ഫൈറ്റ്. അതിനിടയില് ഓസ്ട്രിച്ച് അത് പാറി വന്ന് വില്ലന്മാരെ എല്ലാവരെയും ഇപ്പൊ കൊത്തി ഓടിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ നമ്മുടെ ആൾക്കാര് വീണ്ടും അവരുടെ യാത്ര തുടരാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കുട്ടപ്പനാവട്ടെ അതൊക്കെ ഓർത്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കുട്ടപ്പന്റെ അടുത്തേക്ക് ഇപ്പൊ കാക്കാഷി മാസ്റ്റർ വരും. ടാസുനെ കണ്ടുടൻ ഇപ്പൊ കാക്കാഷി ഷെയ്ക്കാനൊക്കെ കൊടുത്ത് ടാസുനെ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങും. ടാസുനെ ചോദിക്കും, സാസുക അവനെ മാത്രം ഞാനിവിടെ കണ്ടില്ല, ഒരുപാട് അന്വേഷിച്ചു, അവൻ എവിടെ പോയി ചോദിക്കും. അത് കേട്ട് നമ്മുടെ ആൾക്കാര് ഒരുപാട് വിഷമത്തില് തല താഴ്ത്തി നിൽക്കും. അപ്പൊ കുട്ടപ്പൻ പറയും, ഞാനും സാസുകയായിട്ട് ചെറുതായിട്ടൊന്ന് വഴക്കിട്ടു, അവൻ എന്നോട് ദേഷ്യപ്പെട്ട് പിണങ്ങി ഇപ്പൊ പുറത്തേക്ക് പോയിരിക്കാണ്. കുറച്ചു കഴിയുമ്പോ ഉറപ്പായിട്ടും അവൻ തിരികെ വരും. നിങ്ങളെ കാണുമ്പോ അവൻ ഒരുപാട് സന്തോഷാവെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അവൻ തിരിഞ്ഞു നടക്കും. കുട്ടപ്പന്റെ മനസ്സില് അവന് സാസുക ഓർത്ത് ഒരുപാട് വിഷമാവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ സാസുക അവൻ കുട്ടപ്പൻ പറഞ്ഞ ഓരോ കാര്യങ്ങളായിട്ട്
ഓർക്കാൻ തുടങ്ങും. ഇവിടെ കുട്ടപ്പൻ അവൻ സാക്കുറയോടും കാക്കാഷിയോടും പറയും, സാസുകയുടെ റിയൽ പെയിൻ അതെന്താണെന്ന് എനിക്കറിയില്ല. അവൻ ഇനിയും എന്നോട് ഫൈറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത തവണ ഫുൾ പവറായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്ത് അവനെ തൂക്കിയെടുത്ത് തിരികെ ലീഫ് വില്ലേജിൽ എത്തിക്കുന്നു പറഞ്ഞ് കുട്ടപ്പൻ പൊട്ടിച്ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും